ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി ചക്കപ്പുഴുക്കിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യം ഒരു സ്മ്യൂൾ സോങ് ആണ്. ഞാൻ ഒത്തിരി സിംഗേഴ്സിൻ്റെ കൂടെ സ്മ്യൂളിൽ പാടിയിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെയുള്ള പാട്ടുകളൊക്കെ പല സമയങ്ങളിലായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു സിംഗർ, അത് എന്നെക്കാട്ടിലൊക്കെ കുറേ ചെറുതായിരിക്കും. ഡാനിയലിൻ്റെ കൂടെ പാടിയൊരു പാട്ടാണ്. ഡാനിയലിൻ്റെ ബർത്ത്ഡേ ഈ നവംബർ 23 അപ്പം ഞാൻ ഓർത്ത് ഡാനിയലിന് ഒരു ബർത്ത്ഡേ ഡെഡിക്കേഷനായിട്ടും അതോടുകൂടി ഈ പാട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വോയിസും നല്ല ഒരു മ്യൂസിക് ടീച്ചറും കൂടെയാണ് ഡാനിയൽ. അത് ഓൺലൈനിലൊക്കെ ഈ വിദേശത്തുള്ളവരെയൊക്കെ പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഡാനിയലിൻ്റെ ഒരു യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ സാധാരണ ഈ സ്മ്യൂൾ സോങ് ഒക്കെ ഷെയർ ചെയ്യുമ്പം സോങ് മാത്രമായിട്ടല്ല, ആ ഒരു പാട്ടിനോട് കണക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ കുറച്ച് ഓർമ്മകളും ഒക്കെ കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു പാട്ട് പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലിനി എന്നുള്ള പാട്ട്, അത് പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത് എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു മൂവി, 80s ഒരു മൂവിയാണ്. അതിൻ്റെ അകത്ത് റഹ്മാന് സിസിലി എന്ന് പറഞ്ഞ നടിയൊക്കെ എനിക്കൊന്ന് വേറെ ഒരു മൂവിക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് ഉള്ളതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവർ നായകന്മാരായിട്ട് അഭിനയിച്ച ഇളയരാജയുടെ മ്യൂസിക്, ബിച്ചു തിരുമലയുടെ വരികൾ, അതാണ് യേശുദാസും എസ് ജാനകിയും പാടിയിരിക്കുന്ന പാട്ടുകളാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വേറൊരു പാട്ടാണ്. 2 പാട്ടുകളാണ് ഈ പൂമുഖപ്പടിയിൽ നിന്നെയും കാത്തെന്ന് പറയുമ്പോഴേ മനസ്സിൽ വരുന്നത്. ഒന്ന് ഒരു പാട്ട്, പിന്നെ ഈ പൂങ്കാറ്റിനോടെന്നുള്ള പാട്ട്. അപ്പം ഇതൊക്കെ അന്ന് പാലായിൽ എനിക്കൊന്ന് പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ഈ മൂവിയൊക്കെ വരുന്നത്. അപ്പോൾ മഹാറാണി, യൂണിവേഴ്സൽ, ന്യൂ തിയേറ്റർ, അങ്ങനെ 3 തിയേറ്ററുകളാണ് മെയിനായിട്ട് പാലായിലുള്ളത്. അതിലെ എല്ലാ തിയേറ്ററുകളിലും വരുന്ന മൂവിയൊക്കെ ഞാൻ അമ്മയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്ന ഒരു സമയമായിരുന്നു. ഹൈസ്കൂൾ കോളേജിലൊക്കെ പഠിച്ച പാലായിൽ അമ്മയുടെ വീട്ടിൽ നിന്നാണ്, വല്യപ്പച്ചൻ്റെയും കൂടെ നിന്നാണ്. അപ്പം ആ സമയത്ത് എല്ലാ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചകളിലാണ് സാധാരണ മൂവി മാറി മാറി വരുന്നത്. ചിലപ്പോൾ കൊള്ളിയില്ലാത്ത മൂവിക്കാണ് അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് മാറും. നല്ല മൂവിയൊക്കെയാണ് കുറേ നാൾ ഓടും. പക്ഷേ ഫസ്റ്റ് ഫ്രൈഡേ അന്നാണ് മിക്കവാറും ചേഞ്ചായിട്ട് മൂവി മാറി വരുന്നത്. അപ്പോൾ അന്ന് ഈ തിയേറ്ററുകളിൽ വരുന്ന മൂവികളെല്ലാം തന്നെ ഒരുവിധമുള്ളതൊക്കെ എൻ്റെ ചാച്ചനും വല്യമ്മച്ചിയും കൂടെ കാണാൻ പോകും. അപ്പം മകളുടെ വീട്ടിൽ നിന്ന് പഠിക്കുമല്ലോ, എന്നെയും കൂട്ടിക്കൊണ്ട് പോകും. അപ്പം ഞാൻ ആ ചാച്ചൻ്റെയും കുഞ്ഞുമ്മച്ചിയുടെയും കൂടെ പോയിരുന്ന് കണ്ടിരുന്ന മൂവികളിൽ ഒരെണ്ണമാണ് ഇത്. അപ്പോൾ അതൊക്കെ ഞാൻ ഓർക്കുവാണ്. ഓരോ മൂവിയും കണ്ടിട്ടൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ ആ സീനുകളും റഹ്മാനും സിസിലിയും കൂടെ പിന്നെ അവർ സ്നേഹിച്ചു കഴിഞ്ഞ് വീട്ടുകാർ ആരോടൊക്കെ എതിർത്ത് അവർ വേർപിരിയുന്നു. പണ്ടത്തെ സിനിമകളിലെ ഒരു സ്ഥിരം സബ്ജക്റ്റാണത്. അപ്പോൾ അങ്ങനെ വേർപിരിയുമ്പോഴേക്കും 2 സൈഡിൽ ഇരുന്നുകൊണ്ട് ഇവർ ഓർക്കുന്നതും, എനിക്കൊന്ന് പൂങ്കാറ്റിനോടും കിളികളോടും അവർ സന്തോഷമായിട്ടിരിക്കുമ്പോൾ പാടുന്ന പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ കുറേ എൻ്റെ മനസ്സിൽ ആ കൊഞ്ചി കരയില്ലേ എന്നുള്ള ആ പാട്ടിൻ്റെ സീനിലാണെന്ന് എനിക്ക് തോന്നുന്നു. 2 പേരും ഒരു ബോട്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിടുന്ന ഒരു സീനും അങ്ങനെയും കണ്ടൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പടമൊക്കെ, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്ന ഒരു ഇതാണ്. അത്രയും കാലങ്ങൾ കഴിഞ്ഞിട്ടും അത് നമുക്ക് മറക്കാനോ അല്ലെങ്കിൽ ആ ഒരു മൂവി അന്നേരം കണ്ട സമയത്തെ ആ ഒരു ഫീല് നമുക്കിപ്പോഴും ആ പാട്ട് കേൾക്കുമ്പം ആ ഒരു പഴയ ആ യൂണിവേഴ്സൽ തിയേറ്ററിലേക്ക് നമ്മുടെ വർഷങ്ങൾ പുറകിലേക്ക് നമ്മൾ പോവുകയാണ്. ചാച്ചൻ്റെ കുഞ്ഞുമ്മച്ചിയുടെയും ഇടയ്ക്ക് കയറിയിരുന്ന് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഓർത്തു പോകും. അപ്പം ആ ഒരു പാട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞാനൊന്നും ഒരു പെർഫെക്റ്റ് സിംഗറൊന്നും അല്ല, മ്യൂസിക് പഠിച്ചിട്ടില്ല, പലപ്പോഴും സംഗതികളും താരങ്ങളും അതൊന്നും കാണിയല്ല. പക്ഷെ നമ്മൾ ഒരു സന്തോഷം, സംഗീതത്തിൻ്റെ ആ സന്തോഷം, നമ്മൾ അതിൻ്റെ അകത്തൊരു ആനന്ദം കണ്ടെത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പാടുന്നു, എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ചിലപ്പോൾ എക്സാക്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിലും അത് കേൾക്കുന്ന ആൾക്കാരിലേക്കും കുറച്ചെങ്കിലുമൊക്കെ അതിൻ്റെ ആ സംഗീതത്തിൻ്റെ സന്തോഷം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ ഉള്ളൊരു ആശയോടു കൂടി നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അതിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ പാട്ടൊന്ന് കേട്ടു നോക്കൂ. നിന്നുള്ളിലെ
പർവ്വതശാഖിയിൽ വിടരും വസന്തമായി പൂത്തുലഞ്ഞ ഉലകം നമ്മൾ. പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. അപ്പോൾ നിങ്ങളെല്ലാവരും പാട്ടൊക്കെ കേട്ടു എൻജോയ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. ഇപ്പം നവംബർ 23 ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡാനിയലിന് എല്ലാ ആശംസകളും. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു ഓൾവേസ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ.